ഇനി സിനിമാ ജാലകം. The new standard for on-demand international quality films in digital high definition. കഥാ തിരക്കഥാ സംഭാഷണം ടി ദാമോദരൻ. സിനിമയുടെ ടൈറ്റിൽ കാണിക്കുമ്പോൾ തിയേറ്ററിൽ ആരവമുയർത്തിയ പേരായിരുന്നു ഇത്. മലയാളത്തിലെ ആൾക്കൂട്ട രാഷ്ട്രീയ സിനിമകളുടെ എക്കാലത്തെയും വിജയ ഫോർമുലയായിരുന്നു ടി ദാമോദരൻ. ദാമോദരൻ മാഷെക്കുറിച്ചുള്ള ഓർമ്മകളിലേക്ക്. സിനിമാക്കാരുടെയും നാട്ടുകാരുടെയും ദാമോദരൻ മാഷ് തച്ചമ്പലം വീട്ടിൽ ചോയ്ക്കുട്ടിയുടെയും ഉണ്ണിമായയുടെയും മകനായി 1935 കോഴിക്കോട്ട് ജനിച്ചു. ബേപ്പൂർ ഹൈസ്കൂളിൽ കായികാധ്യാപകനായിരിക്കെ നാടക നടനായും നാടകരചയിതാവായും തിളങ്ങി നിൽക്കെ പി ഭാസ്കരന്റെ ശ്യാമള ചേച്ചി എന്ന സിനിമയിൽ മുഖം കാണിച്ചുകൊണ്ടാണ് സിനിമാ രംഗത്ത് എത്തുന്നത്. ഹരിഹരന്റെ ലവ് മാരേജ് എന്ന ചിത്രത്തിനാണ് ആദ്യമായി ടി ദാമോദരൻ തിരക്കഥ ഒരുക്കുന്നത്. 25ഓളം സിനിമകൾ ചെയ്ത IV ശശി ടി ദാമോദരൻ കൂട്ടുകെട്ടിന്റെ മിക്ക സിനിമകളും അക്കാലത്ത് സൂപ്പർ ഹിറ്റുകളായിരുന്നു. തീ പാറുന്ന സംഭാഷണങ്ങളും ആനുകാലിക രാഷ്ട്രീയവും മാഷുടെ സിനിമയുടെ ചേരുവകളായിരുന്നു. ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തത് IV ശശിക്കൊപ്പമായിരുന്നു. പ്രിയദർശൻ, വിജി തമ്പി, VM വിനു, ഭരതൻ, മണിരത്നം, TS സുരേഷ് ബാബു, ഹരിഹരൻ തുടങ്ങി GS വിജയൻ വരെ മാഷുടെ തിരക്കഥകൾക്ക് ദൃശ്യസാക്ഷാത്കാരം ഒരുക്കിയ പ്രഗത്ഭർ അനേകമാണ്. അങ്ങാടിയിലെ ജയന്റെ ഇംഗ്ലീഷ് ഡയലോഗും വാർത്തയിലെയും ഇൻസ്പെക്ടർ ബൽറാമിലെയും മമ്മൂട്ടിയുടെ ഡയലോഗുകളും ദാമോദരൻ മാഷുടെ സംഭാഷണ ശൈലികൾക്ക് ഉദാഹരണമാണ്. ഉൾക്കാമ്പുള്ള ശക്തമായ കഥാപാത്രങ്ങളായിരുന്നു ദാമോദരൻ മാഷുടെ സിനിമകളുടെ പ്രത്യേകത. മോഹൻലാലിന്റെ ആര്യൻ, അഭിമന്യു തുടങ്ങിയ പ്രിയദർശൻ ടി ദാമോദരൻ ചിത്രങ്ങൾ തിയേറ്ററുകളെ ഉത്സവ പറമ്പുകളാക്കി മാറ്റിയിരുന്നു. ജയനെയും മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ജനപ്രിയരാക്കിയതിൽ ദാമോദരൻ മാഷുടെ സിനിമകൾ പ്രധാന പങ്കുവഹിച്ചു. ദാമോദരൻ മാഷുടെ മിക്ക സിനിമകളും ചിത്രീകരിച്ചത് കോഴിക്കോടും പരിസരങ്ങളുമായിരുന്നു. ദാമോദരൻ മാഷിന്റെ വ്യത്യസ്തമായ രീതിയിലുള്ള ഫുട്ബോൾ കമന്ററി കോഴിക്കോട്ടെ പഴയ ഫുട്ബോൾ പ്രേമികൾ ഇന്നും ഓർക്കുന്നു. 2012 മാർച്ച് 28 77ാമത്തെ വയസ്സിൽ കാലയവനികൾക്കുള്ളിൽ മറിഞ്ഞ ടി ദാമോദരൻ മാഷ് സൃഷ്ടിച്ച തിരക്കഥാ രചനയിലെ സിംഹാസനം ഒരു ദശാബ്ദത്തിനപ്പുറവും ഒഴിഞ്ഞു തന്നെ കിടക്കുന്നു. ജില്ലാ വാർത്തകൾ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ